നമസ്കാരം, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ ഫുൾ കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ്. അർജന്റീന ഈജിപ്റ്റ് മത്സരത്തിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുള്ള ഒന്ന് രണ്ട് മെയിൻ കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫിഫ ഫേവേഴ്സ് അർജന്റീന, ഫെയർ ഗെയിം ഓർ ഫേവറിറ്റിസം, ഫിഫ റിഗ്ഡ്, ഈജിപ്റ്റ് റോബ്ഡ്. അങ്ങനെ മൊത്തത്തിൽ കലുഷിതമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയ്ക്ക് മാത്രമല്ല ഈ ചർച്ച, ഇതിപ്പം ആഗോള തലത്തിലേക്ക് പോയിരിക്കുകയാണ് ഈ ഗെയിമിലെ ചർച്ചകൾ. മെയിനായിട്ട് രണ്ട് കോൺട്രവേഴ്സി. ഒന്ന് സലാ പെനൽറ്റി ഇൻസിഡൻറ്റ്, അത് ഫൗൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. പിന്നെ ഈജിപ്റ്റ് സ്കോർ ചെയ്ത ഗോൾ, അതിന് മുമ്പേ ലിസാൻഡ്രോ മാർട്ടിനസിന് പറ്റിയ ഫൗള്, റിസീവ് ചെയ്ത ഫൗളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫേവർ വേണം, എല്ലാവരും ഇപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ഇഷ്യൂലേക്ക് പോവാം. ഫസ്റ്റ് വാസ് ദ ഗോൾ ദാറ്റ് ഈജിപ്റ്റ് സ്കോർഡ്. ഈജിപ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ഗോൾ, ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾ സ്കോർ ചെയ്യുന്നു. ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കയ്യിൽ നിന്ന് ബോൾ തട്ടി അത് ഒരു ഫുൾ ലെങ്ത് ഓഫ് ദ പിച്ച് ഓടിക്കൊണ്ട് പോയിട്ട് അവിടെ ഈജിപ്റ്റിൻ്റെ പ്ലെയർ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വാർ ഇൻ്റർവെൻഷൻ നടക്കുന്നു. റെഫറിയുടെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്യാൻ പറയുന്നു. അങ്ങനെ റെഫറി പോയിട്ട് ചെക്ക് ചെയ്ത സമയത്ത് കാണുന്നു വെച്ച് പറഞ്ഞാൽ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കാലിൽ ഈജിപ്റ്റ് പ്ലെയർ സ്റ്റോംപ് ചെയ്യുന്നുണ്ട്. ഇതൊരു നോർമൽ കിക്കോ അല്ലെങ്കിൽ കിക്കാണെങ്കിൽ പോലും ഫൗൾ തന്നെയാണ്, പക്ഷേ എന്ന് പറഞ്ഞാൽ സ്റ്റോംപ് ചെയ്യാണ്. അപ്പം ഇതിനകത്ത് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലിസാൻഡ്രോ മാർട്ടിനസ് ഇസ് ഹാവിങ് പൊസഷൻ ഓഫ് ദ ബോൾ. ആ ബോൾ പൊസഷൻ കീപ്പ് ചെയ്ത് രണ്ട് പ്ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് നിൽക്കുവാണ്. സെക്കൻഡ് പ്ലെയർ ബാക്കിലും, ഒരു പ്ലെയർ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ലെഫ്റ്റ് സൈഡ്. അപ്പം അവിടെ നിന്നിട്ട് ലിസാൻഡ്രോ മാർട്ടിനസ് കട്ട് ചെയ്ത് അകത്തോട്ട് കയറാനായിട്ടൊരു ശ്രമം. അപ്പോഴാണ് ബാക്കിൽ നിൽക്കുന്ന പ്ലെയർ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ബൂട്ടിൽ സ്റ്റോംപ് ചെയ്യുന്നത്. നമ്മൾ ഓടിപ്പോകുന്ന സമയത്ത് ഒരാൾ കാലിൽ ചവിട്ടി നിർത്തി കഴിഞ്ഞിരുന്നാൽ ബാലൻസ് തെറ്റും വീഴും, ബിക്കോസ് വി കാൺ മൂവ് ഫോർവേഡ്. അപ്പോൾ അവിടെയാണ് ആ ഫൗള് വിധിക്കുന്നത്. ഇതിൽ ഫൗൾ വിളിക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസാൻഡ്രോ മാർട്ടിനസ് ഇസ് ഹാവിങ് പൊസഷൻ ഓഫ് ദ ബോൾ. ഇതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ബോൾ കീപ്പ് ചെയ്തിട്ട് അതും കൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്ന പ്ലെയറിൻ്റെ കാലിലേക്കാണ് ഈ ചവിട്ട് വീഴുന്നത്. അപ്പോൾ ദറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ഫൗൾ. അതിപ്പം അതിനകത്ത് ഇനിയിപ്പോൾ വേറെ ഒന്നും പറയാനില്ല. അത് എല്ലാവരും പറയുന്നത് വെച്ച് പറഞ്ഞാൽ ആ ഗോൾ അവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് ഇത്രയും ടൈം കഴിഞ്ഞിട്ടാണ് വാർ ഇൻ്റർവ്യൂൻ ചെയ്യുന്നതും ഗോൾ അടിച്ചതിന് ശേഷമാണ് വാർ അതിനകത്ത് വന്നിട്ട് ഇത് ചെയ്യുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ദാറ്റ് കുഡ് ബി എ എന്താ പറയുക, ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. അങ്ങനെ അത് അത്രയും ലേറ്റ് ആയതിലുള്ള ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഉണ്ട്. പക്ഷേ ഫൗൾ ഇല്ലാതാകുന്നില്ല. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വാർ ഇൻ്റർവെൻഷൻ മെയിനായിട്ട് വരുന്നത് വെച്ച് പറഞ്ഞാൽ വെൻ ദർ ഇസ് ക്ലിയർ ആൻഡ് ഓബ്വിയസ് എറർ. ഇവിടെ എന്ന് വെച്ചാൽ റെഫറി അത് കാണുന്നില്ല, ബിക്കോസ് ലിസാൻഡ്രോ മാർട്ടിനസ് നടുക്കിരിക്കുന്നത് ബാക്കിൽ മറ്റു പ്ലെയർ നിൽക്കുകയാണ്. അപ്പം ഇവിടെ ഒരു ചവിട്ട് വീഴുന്നതെന്ന് പറഞ്ഞാൽ ലൈക്ക് പ്രോപ്പർ വിസിബിലിറ്റി ഇല്ലാത്തൊരു ഇതാണ്. റെഫറി അവിടെ ഉണ്ട്, ബട്ട് അത് പെട്ടെന്ന് കാണുന്നില്ലെന്നേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് വാർ ഇൻ്റർവ്യൂൻ ചെയ്യുന്നതും. ആൻഡ് ഫൈനലി ദേ കം ടു എ കൺക്ലൂഷൻ, അത് ഒരു ഫൗൾ സംഭവിക്കുന്നു. അപ്പോൾ ആ ഫൗളിലാണ് അവിടെ നിന്ന് ലീഡ് ചെയ്തിട്ട് ഈ ഗോളിലേക്ക് പോകുന്നത്. ഇവിടെ ഓൾറെഡി അർജന്റീനയുടെ അഡ്വാൻറ്റേജിൽ കിടക്കുന്ന ബോളാണ്. ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കാലിൽ നിന്നും ബോൾ പോയിട്ടില്ല. ഹി വാസ് ഇൻ കൺട്രോൾ ഓഫ് ദ ബോൾ. ബോളുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് ഈ ചവിട്ട് വരുന്നത്. സോ ദറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ഫൗൾ. ആൻഡ് എൻ്റെ ഒപ്പീനിയനിൽ ഇറ്റ് ഈസ് എ പ്രോപ്പർ ഡിസിഷൻ. ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഫൗൾ ഓൺ ലിസാൻഡ്രോ മാർട്ടിനസ്. ആൻഡ് അത് ഗോൾ കൊടുക്കാതിരുന്നു വെച്ചിരുന്നാൽ ഇറ്റ്സ് എ റൈറ്റ് ഡിസിഷൻ. സെക്കൻഡ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സ്കോർ 2-2, 90 മിനിറ്റ്സ് കഴിഞ്ഞു. സല ബോളുമായിട്ട് സ്ട്രേറ്റ് വരുന്നു. ആൻഡ് പെനൽറ്റി ബോക്സിൻ്റെ അകത്ത് ജസ്റ്റ് കയറുന്ന സമയത്ത് ജൂലിയൻ ആൽവറസ് തട്ടിയിട്ടു, അതൊരു ഫൗളാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ബോള് സ്വീകരിച്ച് ജൂലിയൻ അത് കൊണ്ടുപോകുന്നു. പിന്നെ ജൂലിയൻ അത് നേരെ ലോട്ടാറോ മാർട്ടിനസ് കൊടുക്കുന്നു. ലോട്ടാറോ മാർട്ടിനസ് അത് മറിച്ച് നേരെ ക്രോസ് എൻസോ ഫെർണാണ്ടസിന് കൊടുക്കുന്നു. എൻസോ ഫെർണാണ്ടസ് ഗോൾ അടിക്കുന്നു. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ ഓൾറെഡി കഴിഞ്ഞ ഇൻസിഡൻറ്റുമായിട്ട് ഇത് ബന്ധപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു വെച്ചാൽ നേരത്തെ അവർ ഗോൾ അടിച്ചിട്ട് അത് കൊടുത്തില്ല, ഇവിടെ ഇവർ ഗോൾ അടിച്ചിട്ട് വാർ ഇൻ്റർവ്യൂൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പം ഈ കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾറെഡി വാർ ഈ കളിയുടെ റീപ്ലേയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. വാർ എപ്പോഴാണ് റെഫറി എടുത്ത് പറയുന്നത് വെച്ചാൽ വെൻ ദേ ഫൈൻഡ് ദാറ്റ് ദർ ഇസ് എ ഫൗൾ പ്ലേ ദർ. അപ്പം അവർ ഈ സംഭവം നോക്കുന്നുണ്ട്. ബാക്കിൽ നോക്കുന്ന സമയത്ത് അവർ കാണുന്നു വെച്ചിരുന്നാൽ സല ബോളുമായിട്ട് സ്ട്രെയിറ്റ് വരുന്നു. പെനൽറ്റി ബോക്സിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് അൽവറസ് ആ ബോൾ വിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സലയുടെ കയ്യിൽ നിന്ന് ബോൾ സ്ട്രെയിറ്റ് വരുമ്പോൾ ഫസ്റ്റ് വിൻ ചെയ്യുന്നത് പറഞ്ഞാൽ അൽവാറസ് ആണ്. വിൻ ചെയ്തിട്ട് ബോൾ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബാക്കിലോട്ട് പോവാണ്. ബാക്കിലോട്ട് പോകുമ്പോൾ സല ഓൾറെഡി ആ ഫോർവേഡ് മോഷനിൽ മുമ്പോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആ പോകുന്ന സമയത്ത് ജൂലിയൻ ആൽവറസ് ഓൾറെഡി ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലോട്ട് വെച്ച് കഴിഞ്ഞ് ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു ഗെറ്റ് ദ ബോൾ. ആ ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഫസ്റ്റ് ഫുട്ട് വെച്ച് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫുട്ട് വെക്കുന്ന സമയത്താണ് സലയുടെ കാലിൽ ആ ഒരു കോൺടാക്റ്റ് വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ കോൺടാക്ട്. ഓക്കെ, നോട്ട് ഓൾ കോൺടാക്ട്സ് ആർ ഫൗൾ. ഇതെന്ന് പറഞ്ഞാൽ സല ഓൾറെഡി ആ മോഷനിൽ മുമ്പോട്ട് പോകുന്നു ആൻഡ് സല ഹാസ് നോ ചാൻസ് ടു കം ബാക്ക്. അത്
തിരിഞ്ഞ് പോയിട്ട് സലയ്ക്ക് ബോൾ എടുക്കാനായിട്ടുള്ള ഒരു ടൈമിങ്ങും ഇല്ല. കാരണം സല ഓൾറെഡി മോഷനിലാണ്, ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ജൂലിയൻ ആൽവറസ് ഫസ്റ്റ് മൂവ്മെൻറ്റ് നടത്തി കഴിഞ്ഞു, സെക്കൻഡ് കാല് വലിച്ചിട്ട്, അവിടെ കാല് കറക്കി വലിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. ഹീ ഈസ് ഡൂയിങ് ഹിസ് നാച്ചുറൽ മൂവ്മെൻറ്റ്. ഓടി പോകുന്ന വഴിക്കാണ് സലയുടെ കാലിൽ ടച്ച് ചെയ്യുന്നത്. സോ ടച്ച് ഇസ് നോട്ട് ഫൗൾ. കോൺടാക്റ്റ് ഉണ്ട്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കോൺടാക്ട് സ്പോർട്സ് തന്നെയാണ്. നമ്മൾ ഈ വാർ വന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കുറേ ടൈപ്പ് ഓഫ് ഡിസ്കഷൻ, കാലിൽ തട്ടിയില്ലേ അപ്പം അത് ഫൗളാണ് മറ്റേയാണ് മറിച്ചാണെന്ന് പറഞ്ഞാൽ. നോ, ഡെഫിനറ്റ്ലി നോട്ട്. ഈ ടച്ച് എന്ന് പറഞ്ഞാൽ തന്നെ ദറ്റ് ഇസ് നോട്ട് ഫൗൾ. ഈ കോൺടാക്ട് സ്പോർട്സിൽ ബോഡി ടച്ച് ചെയ്യും. നമ്മളൊരു ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഇറ്റ്സ് എ കോൺടാക്ട് സ്പോർട്സ്. അപ്പം ടച്ചിങ്ങും ഈ കോൺടാക്റ്റ് വരുന്നത് ഒക്കെ സംഭവിക്കാം, പക്ഷേ എല്ലാ കോൺടാക്റ്റും ഫൗളല്ല. അപ്പോൾ ഓൾറെഡി ആ പോകുന്ന വഴിക്ക് ആണ് ജൂലിയൻ ആൽവറസ് സലയുടെ കാലിൽ തട്ടുന്നത്. സോ സല തട്ടുന്ന സമയത്ത് തന്നെ ഓൾറെഡി ഫ്രണ്ടിലേക്ക് വീഴുവാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ടു ലൈക്ക് ഹിസ് മോഷൻ ഇസ് ഫോർവേഡ്. അങ്ങോട്ടേക്ക് പോവാണ്. സലയ്ക്ക് ഒരിക്കലും അത് തിരിഞ്ഞ് വന്നിട്ട് ബോൾ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പം ഇവിടെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ സല ഇസ് ഔട്ട് ഓഫ് കൺട്രോൾ ഓഫ് ദ ബോൾ. ആ കൺട്രോൾ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് കിടക്കുന്ന പറഞ്ഞാൽ ജൂലിയൻ ആൽവറസിനാണ്. സോ ഹീ ഇസ് റൈറ്റ് നൗ ഇൻ പൊസിഷൻ ഓഫ് ദ ബോൾ. ഫസ്റ്റ് ടച്ചിലോടുകൂടി ആ ബോൾ വിൻ ചെയ്തിരിക്കുകയാണ് ജൂലിയൻ ആൽവറസ്. അപ്പം ഓൾറെഡി ഹീ ഈസ് ഹാവിങ് ദറ്റ് അഡ്വാൻറ്റേജ്. അപ്പം അതുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. അപ്പോൾ സല അവിടെ വീഴുന്നുണ്ട്. സല വീണ് കഴിഞ്ഞിട്ട് ഒരു രീതിയിലും എന്താ പറയുക, അപ്പീലൊന്നും ചെയ്യുന്നില്ല. സലയ്ക്ക് മനസ്സിലായി, ഓക്കെ അവൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണെന്ന് മനസ്സിലാക്കിയിട്ട് സല അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. നോ അപ്പീൽ, നത്തിങ്. നമ്മൾ ആ സമയത്ത് പുറത്ത് ആ ഡഗ്ഔട്ട് കാണിക്കുന്നുണ്ട്. ഡഗ്ഔട്ടിൽ കോച്ചും പ്ലെയേഴ്സും എല്ലാം നിൽക്കുമ്പോൾ ആരും, ഒരു മനുഷ്യർ പോലും അവിടെ ഫൗൾ എന്നുള്ള രീതിയിലുള്ള ആക്ഷനും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. കാരണം അവർ കണ്ടു, ബിക്കോസ് ബോൾ ഓൾറെഡി ടച്ച് ചെയ്ത് പോകുന്നത് കണ്ടു. അപ്പം അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഈ ഗോൾ അടിച്ച് കഴിഞ്ഞിരുന്നപ്പോഴാണ് ഇത് വീണ്ടും ഇതിലേക്ക് വന്നത്. അപ്പോഴാണ് ഓർമ്മ വന്നത്, പഴയ ഗോൾ മിസ്സാക്കി പോയതിൻ്റെ ഇതിൽ വെച്ചിട്ട് ഇതും അതിനുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളത്. സോ ഹിയർ ദർ ഇസ് നോ കണക്ഷൻ. ബിക്കോസ് വൈ, ഇവിടെ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ സലയ്ക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അത് വിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോൾ പൊസിഷൻ ഓൾറെഡി ജൂലിയൻ ആൽവറസിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് ആ ബോൾ ജൂലിയൻ ആൽവറസിൻ്റെ പൊസിഷനിൽ നിൽക്കുന്നു. ആൻഡ് സല ഇസ് ലൈക്ക് ഈസ് ഔട്ട് ഓഫ് ദ ഗെയിം. ആ മോഷനിൽ പോയി സല അങ്ങോട്ട് പോവുകയാണ്. സോ സലയ്ക്ക് തിരിച്ചൊന്നും എടുക്കാൻ പറ്റില്ല. സോ പൊസിഷൻ ഇസ് റൈറ്റ്ലി ഇൻ കൺട്രോൾ വിത്ത് ജൂലിയൻ ആൽവറസ് ആൻഡ് ഹീ ഹാസ് ദ അഡ്വാൻറ്റേജ്. ആൻഡ് അതുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം ഈ രണ്ട് ഇഷ്യൂസും സെപ്പറേറ്റ് ആണ്. മറ്റേത് ലിസാൻഡ്രോ മാർട്ടിനസ് ഇസ് ഹാവിങ് പൊസിഷൻ, അവിടെ ഫൗൾ ചെയ്യപ്പെടുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആളുടെ നിന്ന് വിൻ ചെയ്തിട്ട് പോയി കഴിയുമ്പോഴാണ് ഈ ട്രെയിലിംഗ് ലെഗ് അങ്ങോട്ട് തട്ടുന്നത്. സോ ടച്ച് ചെയ്യുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ഫൗൾ. ടച്ചുകൾ ഉണ്ടാവും, എല്ലാ പ്ലേയേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ചും കാര്യങ്ങളൊക്കെ ചെയ്യും. ടച്ച് ചെയ്യുന്ന ഉടനെ എല്ലാവരും വീഴുവാണ് ചെയ്യുന്നത്. നോ, ഇറ്റ്സ് നോട്ട് എ ഫൗൾ. അപ്പം ഇതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം അബൌട്ട് ദീസ് ടു ഇഷ്യൂസ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ രണ്ട് കാര്യങ്ങളിലും റെഫറി കറക്റ്റായിട്ടുള്ള ഇതാണ് വിധിച്ചിരിക്കുന്നത്. ആൻഡ് പല ആൾക്കാരും പറയുന്നതുണ്ട്. ലക്സി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൻ്റെ അകത്ത് ഈ 79 മിനിറ്റ്സ് വരെ 2-0 ലീഡിൽ നിൽക്കുകയാണ്. ഫസ്റ്റ് ഗോള് അവർക്ക് കിട്ടിയില്ല, ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടാമത് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തതിൻ്റെ ആ സെയിം ഇതിൽ തന്നെ ഈ സെക്കൻഡ് ഗോളും സ്കോർ ചെയ്യുന്നു. അപ്പം 2-0 ആയോ? ഇപ്പം ഫസ്റ്റ് ആ പോയ ഗോൾ അല്ലെങ്കിൽ ഡിസലവ് ചെയ്ത ഗോള് അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഈ ഗോൾ അടിക്കത്തില്ലായിരിക്കും. മനസ്സിലായില്ല? അപ്പം ഇതെന്ന് പറഞ്ഞാൽ സംഭവിച്ചു. സോ ഓൾറെഡി ദേ ആർ ഹാവിങ് എ 2 ഗോൾ ലീഡ്. അതിനുശേഷമാണ് അർജൻറ്റീന തിരിച്ച് വന്നിട്ട് 3 ഗോൾ അടിച്ച് ജയിക്കുന്നത്. അപ്പം ഈ 78 മിനിറ്റ് വരെ ഒരു പ്രശ്നവുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ ഡിസ്കഷൻ മൊത്തം വരുന്നത്. അങ്ങനെയാണ്, റിഗ്ഡാണ്, മറ്റേതാണ്, മറിച്ചാണ്. ഇപ്പം അർജൻറ്റീന തോറ്റ് പുറത്തായിരുന്നെങ്കിൽ ഈ വക ഡിസ്കഷൻ വരുമോ? മറ്റേ ഗോൾ കൊടുക്കാതിരുന്നതിൻ്റെ ഡിസ്കഷൻ ഒന്നും വരുമോ? നത്തിങ്. ആരും അതിനെക്കുറിച്ച് മിണ്ടത്ത പോലുമില്ല. ഇത് അർജൻറ്റീന ദേ പ്ലേഡ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 ഗോളിന് തോറ്റ് നിന്ന് എല്ലാവരും വിചാരിച്ചു അർജൻറ്റീന പുറത്ത് പോകുമെന്ന്. ഒരു ഒട്ടുമിക്ക ആൾക്കാരും വിചാരിച്ചു. അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. കാരണം നമുക്കറിയാം ഈ ഫുട്ബോളിൻ്റെ അകത്ത് പലതും മിറക്കിളൊക്കെ സംഭവിക്കും. പക്ഷേ എന്നിരുന്നാലും ഇതേപോലത്തെ ഒരു നോക്കൗട്ട് അത്രയും ഫിയേഴ്സ് ഗെയിമിൻ്റെ അകത്ത് നടക്കുന്നത് വെച്ചാൽ 2 ഗോൾ അഡ്വാൻറ്റേജ് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഡിഫൻസ് പൂട്ടും. നല്ല രീതിയിൽ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാടാ 3 ഗോൾ തിരിച്ചടിച്ച് ജയിക്കാനായിട്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് എല്ലാം മറന്ന് അവരെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ദേ പുട്ട് ദേ ഹാർട്ട് ഔട്ട്. അങ്ങനെയാണ് ഒരു 3 ഗോൾ തിരിച്ചടിച്ചിട്ട് അവർ ജയിക്കുന്നത്. ദിസ് ഇസ് ലൈക്ക് എ കംബാക്ക് ഫോർ ദി ഏജസ്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും കുരുപൊട്ടിയിട്ടുള്ളത്. എല്ലാവരും പറഞ്ഞു പറഞ്ഞാൽ ഇതാണ് റിഗ്ഡാണ്, മറ്റാണ്, മറിച്ചാണ്. അർജൻറ്റീന 2 ഗോളിൽ വഴങ്ങി. ആ 2 ഗോളിൽ തോറ്റു പോയിരുന്നെങ്കിൽ ആർക്കും ഒരു കാര്യമില്ല. നോ റിഗ്ഡ്, ഫിഫ കോൺട്രവേഴ്സി ഇല്ല, മറ്റേതില്ല, മറിച്ചതില്ല. ഇത് കിട്ടിയതോടുകൂടിയാണ് ഈ കോൺട്രവേഴ്സി വരുന്നത്. സോ എനിക്ക് പറയാനായിട്ടുള്ളതേ ഉള്ളൂ, ഈ അഡ്വാൻറ്റേജ് സംഭവങ്ങൾ ഒട്ടുമിക്ക വലിയ ടീമുകൾക്ക് ലഭിക്കാറുണ്ട്. ഇപ്പം പോർച്ചുഗലിലായാലും ഇവർക്കായാലും അങ്ങനെ വലിയ വലിയ ക്ലബ്സ്, ഇപ്പോൾ ക്ലബ്സ് ആയാൽ പോലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് സിറ്റിക്കായാലും, ഫോർ എക്സാമ്പിൾ പ്രീമിയർ ലീഗിൽ നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയും പിന്നെ എന്താ പറയുക യുണൈറ്റഡ് ഒക്കെ ചില സമയത്ത് ഫേവറബിൾ ഡിസിഷൻസ് വരാറുണ്ട് ചെറിയ ടീമായിട്ട് കളിക്കുമ്പോൾ. റിയൽ മാഡ്രിഡിനൊക്കെ ആണെങ്കിലും അങ്ങനത്തെ ഡിസിഷൻസ് ഫേവറബിൾ ആയിട്ട് വരും. സോ ദാറ്റ് ഈസ് ഓൾവേസ് പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, അതല്ലാന്നൊന്നും പറയുന്നില്ല.
സോ പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഗോൾ അടിച്ചത് ഫേവറിറ്റിസത്തിലൂടെ അല്ല. ഗോൾ അടിച്ചെന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് അധ്വാനിച്ച് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തതിന് ശേഷമാണ് ആ ഒരു 3 ഗോൾ തിരിച്ചടിച്ച് ജയിക്കാനായിട്ട് അവർക്ക് പറ്റിയത്. സോ യു ഹാവ് ടു കൺസിഡർ ദാറ്റ് റാദർ ദാൻ മറ്റേ ഇതൊക്കെ. ഈ കോൺട്രവേഴ്സീസ് ഉണ്ട്. കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂ വന്നത് ഓക്കെ, അത് സംഭവിച്ചു. പക്ഷേ വെൻ യു ഡീപ്പ് ഡൈവ് ഇൻ ടു ഇറ്റ്, വെൻ യു അത് കറക്റ്റായിട്ട് സ്ക്രൂട്ടിനി ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പറഞ്ഞാൽ ദീസ് ആർ റൈറ്റ് ഡിസിഷൻസ്. ഇവിടെ എന്തായാലും തെറ്റായിട്ടുള്ള ഡിസിഷൻസ് അല്ല സംഭവിച്ചിരിക്കുന്നത്. അതിപ്പം ഒരു ടീം തോറ്റ് വരുമ്പോൾ അവരുടെ ഫാൻസും പിന്നെ എന്താ പറയുക, അർജൻറ്റീന ഒപ്പോസ് ചെയ്യുന്ന ഫാൻസിൻ്റെ തിയറികൾ ഒക്കെ പലതും ഉണ്ട്. സോ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, ഇറ്റ് ഈസ് യുവർ ഓൺ ഒപ്പീനിയൻ, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവർ കളിച്ചില്ല, എല്ലാം കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ വളരെ അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഫിഫയാണല്ലോ ഗോൾ പോസ്റ്റിൽ ഗോൾ അടിച്ചു കൊടുത്തതും ഫിഫ, പിന്നെ ബാക്കി എല്ലാം 3 ഗോൾ ഇതിന് വഴിയൊരുക്കിയതും ഫിഫ എന്നാണ് എല്ലാവരും പറയുന്നത്. അല്ലാതെ അർജൻറ്റീന അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് ഒന്നുമല്ല. ഈ ലാസ്റ്റ് ലൊട്ടാറോ മാർട്ടിനസ് കൊടുക്കുന്ന പറഞ്ഞാൽ പിൻ പോയിന്റ് പാസ്സാണ് അവിടെ കിട്ടുന്ന പറഞ്ഞാൽ. എൻസോ ഫെർണാണ്ടസിന് ആ ബോൾ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. കാരണം എൻസോ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടോളായിട്ടുള്ള പ്ലെയർ ഒന്നുമല്ല. കൂടെ തന്നെ ഈജിപ്റ്റ് ഡിഫൻഡർ നിൽപ്പുണ്ട്. ആ ഡിഫൻഡറിൻ്റെ രണ്ടുപേരും ഏകദേശം അടുത്തടുത്തടുത്ത് നിൽക്കുന്ന സമയത്താണ് ആ ഡിഫൻഡർ തലയ്ക്ക് മുകളിൽ കൂടെ ഒരു പിൻ പോയിന്റ് പാസ് വരുന്നത്. ആ പാസ് ഹെഡ് ചെയ്ത് ഗോൾ കയറ്റുന്നത്. അത് ഫിഫ പറത്തി കൊടുത്തത്, എയർ കുറച്ചൊന്ന് ഇതാക്കി കൊടുത്തു. അതുവഴിയാണ് കറക്റ്റ് ഫ്രണ്ടിൽ നിൽക്കുന്ന പ്ലെയറിന് കിട്ടാതിരിക്കുന്നതും. ആൻഡ് എയർ ക്ലിയർ ചെയ്ത് കൊടുത്തുകൊണ്ട് കറക്റ്റായിട്ട് ബാക്കിൽ നിൽക്കുന്ന എൻസോ ഫെർണാണ്ടസിന് കിട്ടി. എൻസോ ഫെർണാണ്ടസ് അത് ഹെഡ് ചെയ്ത് കയറ്റി എന്നുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഓക്കെ, അതൊക്കെ പറയുന്നവർ പറയും. ബട്ട് ദറ്റ് ഇസ് നോട്ട് റൈറ്റ്. 3 ഗോൾ അടിച്ചു, തിരിച്ചടിച്ചു, ജയിച്ചു. അതാണ് ഇതിൻ്റെ അകത്തുള്ള മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. ബാക്കിയുള്ള കോൺട്രവേഴ്സീസ് എന്നൊക്കെ പറഞ്ഞാൽ ദറ്റ് ഇസ് ഫോർ പീപ്പിൾ ടു മേക്ക്. ഇത് അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് അങ്ങ് താളത്തിലങ്ങ് കൊണ്ടുവച്ച് കൊടുത്തു എന്നൊക്കെ പറയുന്നത് പറഞ്ഞാൽ അസംബന്ധമാണ്. ആൻഡ് അത് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പീപ്പിൾ വിൽ ലൈക്ക് സ്റ്റിൽ ബി ക്രൈങ്. ഓക്കെ, ക്രൈ മോർ, അത് മാത്രമേ പറയാനായിട്ടുള്ളൂ. സോ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ഗെയിംസിന് കാണാം. ഇപ്പം ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ റിവ്യൂയുടെ സമയത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നോ ഹോപ്സ് ദാറ്റ് അർജൻറ്റീന വിൽ വിൻ ദ വേൾഡ് കപ്പ് ദിസ് ടൈം. കാരണം വെച്ചാൽ അർജൻറ്റീനയുടെ ടീം അത്രയ്ക്ക് സ്ട്രോങ് അല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവരെല്ലാവരും എന്താ പറയുക, ഒരു പ്രോപ്പർ ടീമായിട്ട് വന്നതാണ്. ഈ സമയത്താണെങ്കിൽ പോലും നമ്മളിപ്പോഴും കാണുന്നുണ്ട്, കഴിഞ്ഞ കേപ്പ് വേർഡ് ഗെയിമിൻ്റെ അകത്ത് കുറേ ഫ്ലോസ് ഉണ്ടായിരുന്നു. ഈ ഗെയിമിൻ്റെ അകത്തും ഒത്തിരി ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ലാസ്റ്റത്തെ ആ ഒരു ഡിറ്റർമിനേഷൻ്റെ പുറത്താണ് അവർ തിരിച്ചടിക്കാനായിട്ട് ശ്രമിച്ച് ജയിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ദേ ആർ സ്റ്റിൽ ഹാവിങ് എ ലോട്ട് ഓഫ് ഫ്ലോസ്. കുറേ പ്രശ്നങ്ങൾ ഈ ടീമിലുണ്ട്. അപ്പം വലിയ ടീം, ഇപ്പോൾ ഇംഗ്ലണ്ടുമായിട്ടൊക്കെ ചിലപ്പം അടുത്ത ഗെയിമിൽ സ്വിറ്റ്സർലാൻഡായിട്ട് ജയിക്കണം. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സെമി ഫൈനൽ ഇംഗ്ലണ്ടിനെയൊക്കെ നേരിടുമ്പോൾ സ്വിറ്റ്സർലാൻഡിനെ കാട്ടിയൊക്കെ ഭയങ്കര വലിയ ടീമാണ് ഇംഗ്ലണ്ട്. അപ്പോൾ ലൈക്ക് നമ്മൾ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സെമിയിൽ വരുന്നു ഇംഗ്ലണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ മാരക ടീമാണ്. അപ്പോൾ അവരെന്തായാലും ഇവരെ തോൽപ്പിക്കാനായിട്ടുള്ള എല്ലാ ഇതും ഉണ്ട്. ഇംഗ്ലണ്ടിനൊക്കെ ഈസി ആയിട്ട് അർജൻറ്റീനയെ തോൽപ്പിക്കാനായിട്ട് പറ്റും. സോ അർജൻറ്റീന അത്രയും ടൈറ്റ് അല്ലെങ്കിൽ ഭയങ്കര കിടിലൻ ടീമും കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ അവരുടെ എഫേർട്ടിൻ്റെ പുറത്താണ് അവർ വരുന്നത്. അതല്ലാതെ ഇത് താലത്തിൽ കൊണ്ട് കൊടുത്തതാണ്, അവിടെ നിന്ന് അങ്ങ് മെസ്സി ഒക്കെ അത് സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഇസ് യുവർ തിങ്, യുവർ ഒപ്പീനിയൻ, ഇതൊക്കെ ഉള്ളൂ. സോ എന്താ പറയുക, നോ സച്ച് കൈൻഡ് ഓഫ് ഒപ്പീനിയൻ ഹാസ് നോ വാല്യൂ പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് അത് ഞാൻ പറഞ്ഞ കണക്ക് പീപ്പിൾ ഹൂ ഇൻറ്റെൻഡ് ടു ക്രൈ മോർ, വീണ്ടും കുറച്ചുകൂടെ കരയുക, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും മെസ്സി ടീം ഫൈനലിൽ ജയിക്കുകയോ അല്ലെങ്കിൽ ഫൈനലിൽ എത്തുകയോ സെമി ഫൈനലിൽ എത്തുകയോ എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നീടുള്ള കാര്യം. ബട്ട് വാട്ട് എവർ ദേ ആർ ഡൂയിങ് റൈറ്റ് നൗ ഇസ് ത്രൂ ദെയർ ഓൺ ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ. അതല്ലാതെ വേറെ ആരും കൊണ്ട് കൊടുത്തതല്ല എന്ന് മാത്രമേ എനിക്ക് ഈ സമയം പറയാനായിട്ടുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.